ഏതായാലും ഇന്നത്തെ ഒരു മാർക്കറ്റിന്റെ കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് നമ്മുടെ ഇൻ ഹൗസ് എക്സ്പേർട്ട് മിസ്റ്റർ പ്രദീപ് ചന്ദ്രശേഖരൻ സാർ ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് പ്രദീപ് സാർ, വെൽക്കം ടു ദി ഷോ. Morning Jasmine, morning viewers. എന്തായാലും നിഫ്റ്റിയിലേക്ക് നോക്കുന്ന സമയത്ത് വളരെ പോസിറ്റീവ് നോട്ടിലാണ് ഇന്നത്തെ ഒരു മാർക്കറ്റ് ആരംഭിച്ചിട്ടുള്ളത് എന്ന് കാണാം. 22,000 എന്നുള്ള ഒരു ലെവൽ മറികടന്നുകൊണ്ടാണ് ഇന്നിപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് തന്നെ. എല്ലാ ഓഹരികളിലും ആദ്യ മിനിറ്റുകളിൽ തന്നെ ഒരു മികച്ച മുന്നേറ്റം കാണുന്നുമുണ്ട്. 41ഓളം ഓഹരികൾ ഇപ്പോൾ ഒരു മികച്ച മുന്നേറ്റത്തിലേക്ക് വന്നിട്ടുമുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ജാസ്മിൻ, നല്ലൊരു തുടക്കമാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. എങ്കിലും നിഫ്റ്റി 50 നമുക്കൊരു സസ്റ്റൈനബിൾ ആയിട്ടൊരു ബുള്ളിഷ്നെസ് കാണണമെങ്കിൽ നിഫ്റ്റി 50 22,150 പോയിന്റ് ബ്രേക്ക് ചെയ്യണം. അതുവേ നമുക്കൊരു കൺഫർമേഷൻ ലഭിക്കത്തുള്ളൂ ദാറ്റ് ഈ കാണുന്ന റിക്കവറി ഈസ് സസ്റ്റൈനബിൾ. അതിനോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണ് എന്നുണ്ട്. നിഫ്റ്റി ബാങ്കിൽ ഒരു പക്ഷേ ദിവസങ്ങൾക്ക് ശേഷം വലിയൊരു മുന്നേറ്റമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഏകദേശം 360 പോയിന്റ്സിന് അടുത്തൊരു നേട്ടം നൽകാനായിട്ട് നിഫ്റ്റി ബാങ്കിന് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. 0.79% നേട്ടത്തോടു കൂടി നിഫ്റ്റി ബാങ്കുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് നാളെ RBIയുടെ MPC മീറ്റിംഗ് നടക്കാനിരിക്കെ ഒരു വലിയൊരു കുതിപ്പ് തന്നെയാണ് നിഫ്റ്റി ബാങ്കിങ് മേഖലയിൽ കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്കുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു മുന്നോട്ടേക്കുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? ഇന്ന് ഈ ഒരു സെഷനിൽ സാർ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? അനില, നമുക്ക് നിഫ്റ്റി ബാങ്കിൽ വലിയൊരു കുതിപ്പെന്ന് നമുക്ക് ഇതിനെ വിലയിരുത്താൻ സാധിക്കത്തില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറക്കാതെ ഇരിക്കേണ്ടത് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ വാല്യൂ 46,600 പോയിന്റ് ആണ്. സോ ഇത്രയും വലിയൊരു വാല്യുവേഷൻ ഉള്ളപ്പോൾ ഒരു 300 പോയിന്റ് 400 പോയിന്റ് ഒന്നും വലിയൊരു ഫിഗറായിട്ട് നമ്മൾ ഇതിനെ കാണരുത്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് ഇന്നൊരു ബുള്ളിഷ് ട്രിഗർ ലഭിക്കണമെങ്കിൽ 46,150 46,200 ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താലേ നമുക്ക് ഷോർട്ട് ടേമിൽ ഒരു ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കത്തുള്ളൂ. അറ്റ് ദ സെയിം ടൈം നമുക്കൊരു ലോങ്ങർ ടേമിന് വേണ്ടി നമുക്കൊരു ബുള്ളിഷ്നെസ് കാണണമെങ്കിൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് 47,300 47,400 ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ we can say that short term is really bullish. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ 2% മുകളിൽ ഒരു നേട്ടം നൽകുന്നത് നിഫ്റ്റിയുടെ PSU ബാങ്ക് സൂചികയാണ്. PSU ബാങ്ക് സൂചികയെ സംബന്ധിച്ചിടത്തോളം 6,708 എന്നുള്ള ഒരു ലെവലിലേക്ക് കൂടി ഉയർന്നിട്ടുമുണ്ട്. PSU ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നിഫ്റ്റി പ്രധാനമായിട്ടും കേന്ദ്ര ബഡ്ജറ്റിന് ശേഷം ഒരു മികച്ച ഒരു മുന്നേറ്റം ഈ ഒരു സൂചികയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ സെയിം റിപ്ലിക്കേഷൻസ് ഓഹരികളിലും പ്രകടമാകുന്നുണ്ടായിരുന്നു. നിഫ്റ്റി PSU ബാങ്കിനെ സംബന്ധിച്ചിടത്തോളമുള്ള താങ്കളുടെ ഒരു വ്യൂ എങ്ങനെയാണ്? പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? എക്സ്ട്രീംലി ബുള്ളിഷ്. സോ ഓൾമോസ്റ്റ് ഞാൻ നേരത്തെ മാർക്കറ്റ് പ്ലസ് ഫോറത്തിൽ സംസാരിച്ചപ്പോൾ ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു, ഓൾമോസ്റ്റ് എല്ലാ PSU ബാങ്കിങ് സ്റ്റോക്സിലും ശക്തമായിട്ടൊരു ബുള്ളിഷ് അണ്ടർടോൺ കാണുന്നുണ്ട്. ആൻഡ് 2 ദിവസത്തെ കറക്ഷന് ശേഷം ഇന്ന് വീണ്ടും നമ്മൾ PSU ബാങ്ക് ഇൻഡെക്സിൽ നമുക്കൊരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ കറക്ഷൻ നടന്നിരിക്കുന്ന ഏത് PSU ബാങ്ക് സ്റ്റോക്സിലും നമുക്ക് ഷോർട്ട് ടേമിന് വേണ്ടി ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. കറന്റ് ലെവൽസ് ഓഫ് 6,720 പോയിന്റിൽ നിന്നും നമുക്ക് ചുരുങ്ങിയത് ഒരു 300 പോയിന്റിന്റെ നേട്ടമെങ്കിലും ഈ ഇൻഡെക്സിൽ പ്രതീക്ഷിക്കാം. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പാദഫലം പുറത്തുവിട്ട മറ്റൊരു കമ്പനി ബർജർ പെയിന്റ്സിന്റെ ആയിരുന്നു. ബർജർ പെയിന്റ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിലവിൽ 1.34% നേട്ടത്തോടെ 563.25 എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കമ്പനിയുടെ ഒരു ക്വാർട്ടർലി റിസൾട്ട് നോക്കുകയാണെങ്കിൽ മികച്ച ക്വാർട്ടർലി റിസൾട്ട് എന്ന് തന്നെ പറയാം. വാർഷികാടിസ്ഥാനത്തിൽ അവരുടെ ഒരു ലാഭം കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ്, അതായത് ഏകീകൃത അറ്റാദായത്തിൽ 49.2% വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അറ്റാദായമായി രേഖപ്പെടുത്തുന്നത് 201.2 കോടി രൂപയുമാണ്. പ്രവർത്തന വരുമാനത്തിലും വലിയ തോതിൽ ഒരു മുന്നേറ്റം 7% ഒരു മുന്നേറ്റം രേഖപ്പെടുത്താനായിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. 2,881.8 കോടി രൂപയാണ് പ്രവർത്തന വരുമാനമായിട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബർജർ പെയിന്റ്സുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു ലോങ് ടൈം പൊസിഷൻ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി ബർജർ പെയിന്റ്സ് ലോങ് ആൻഡ് ഷോർട്ട് ടേം നിലവിൽ ബെയറിഷ് ആയിട്ട് കാണുന്നത്. ഈ സ്റ്റോക്കിൽ ഒരു പുതിയ ലോങ് പൊസിഷന് അഡ്വൈസ് ചെയ്യുന്നില്ല. ബട്ട് ഇതേ ഒരു ഫോറത്തിൽ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഞാൻ ഏഷ്യൻ പെയിന്റ്സിനുള്ള പൊട്ടൻഷ്യൽ ചൂണ്ടിക്കാണിച്ചിരുന്നു.
സോ ഏഷ്യൻ പെയിന്റ്സിന്റെ കേസിൽ നല്ലൊരു ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവലിൽ ഈ സ്റ്റോക്ക് നിലനിൽക്കുന്നത്. സോ നമ്മൾ അതിന്റെ ഫൈനാൻഷ്യൽ സപ്പോർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്റ്റോക്ക് കൺസിഡർ ചെയ്യാം. പ്രദീപ് സർ, അതോടൊപ്പം തന്നെ മാക്സ് ഫൈനാൻഷ്യലിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ സ്റ്റോക്ക് ഒരു 5% വലിയ കുതിപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നും 3.5%-ലധികം തന്നെ ഒരു മുന്നേറ്റം പ്രകടമാക്കുന്നുമുണ്ട്. കമ്പനിയുടെ മെറ്റീരിയൽ സബ്സിഡറിയായ മാക്സ് ലൈഫ് ഇൻഷുറൻസിലേക്ക് ആക്സിസ് ബാങ്ക് 1612 കോടി രൂപയുടെ മൂലധന നിക്ഷേപത്തിനായി IRDA അനുമതി ലഭിച്ചതിനെ തുടർന്നായിരുന്നു ഈ ഒരു ഓഹരിയിൽ മുന്നേറ്റം എന്ന് വേണം കരുതാനായിട്ട്. ഈ ഒരു സ്റ്റോക്കുമായി ബന്ധപ്പെട്ട് നിലവിലെ ഒരു ട്രെൻഡ് എങ്ങനെയാണ് നിലകൊള്ളുന്നത്? മാക്സിന്റെ കേസിൽ ഡിസംബർ മാസത്തിൽ 1060 രൂപ എത്തിയതിനു ശേഷം നമ്മൾ നല്ലൊരു കറക്ഷൻ ഈ സ്റ്റോക്കിൽ കണ്ടത്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 857 രൂപ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്തിരിക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവൽസ് 970 അതിനെ തുടർന്ന് 1020 രൂപയിലും കാണുന്നത്. സർ, അതിനോടൊപ്പം തന്നെ EIH ഹോട്ടൽസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ വലിയൊരു മുന്നേറ്റമാണ് EIHൽ കാണുന്നത്. ഏകദേശം ഒരു 15%-നടുത്ത് നേട്ടം EIHന്റെ ഹോട്ടൽസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. EIHൽ ഹോട്ടൽസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. EIHുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു മുന്നോട്ടേക്കുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? EIHന്റെ കേസ് എടുക്കുമ്പോഴേക്കും ഡിസംബർ മാസത്തിൽ വെറും 222 രൂപയില് ട്രേഡ് ചെയ്തിരുന്ന ഇന്നിപ്പോ ഓൾമോസ്റ്റ് ഒരു 370 രൂപയ്ക്ക് അടുത്ത ട്രേഡിംഗ് നടത്തി വരുന്നത്. ആൻഡ് ഈ 2 മാസത്തിനിടെ ഒരു കറക്ഷൻ ഈ സ്റ്റോക്കിൽ നടന്നിട്ട് വരുക. സോ നമ്മുടെ കൈവശം ഈ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. പുതിയ ലോങ് പൊസിഷൻസ് ഈ സ്റ്റോക്കിൽ അഡ്വൈസബിൾ അല്ല. സർ, അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ വിമാർട്ട് റീറ്റെയിലിന്റെ ഓഹരികൾ 11% മുകളിലുള്ള ഒരു വലിയ കുതിപ്പ് രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്നലെ ഓഹരികൾ ഒരു റെക്കോർഡ് നിലവാരത്തിലുമായിരുന്നു ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വിമാർട്ടിനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ ഒരു ഹൈ വാല്യുവേഷനിൽ നിക്ഷേപകർ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? ജാസ്മിൻ, കമ്പനിയുടെ പേര് ഒരിക്കൽ കൂടെ പറയൂ. സർ, ഇറ്റ്സ് വിമാർട്ട്. സോ വിമാർട്ടിന്റെ കേസ് എടുക്കുമ്പോഴേക്കും വിമാർട്ട് കഴിഞ്ഞ ഒരു 5-8 മാസങ്ങളായിട്ട് നല്ലൊരു കറക്ഷൻ ആയിരുന്നു നേരിട്ടിരുന്നത്. ആൻഡ് കമ്പനിയുടെ ഫൈനാൻഷ്യൽസിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിഞ്ഞൂടാ. ബട്ട് ഇന്നത്തെ മുന്നേറ്റത്തിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിക്കൊണ്ടിരിക്കുന്നു. സോ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യാം. ഇതിന്റെ ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത് 2450 രൂപയിലായിരിക്കും. സർ, അതിനോടൊപ്പം തന്നെ ഇപ്പോൾ IREDAയുടെ ഓഹരികളെ സംബന്ധിച്ചാണ് സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്നിപ്പോൾ 0.69% ഇടിവിൽ 208 എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ ഓഹരി നവംബറിൽ ലിസ്റ്റ് ചെയ്തതിന് ശേഷം വലിയ ഏകദേശം ഒരു 500%-ലധികം നേട്ടമാണ് ഇതുവരെ ഈ ഒരു ഓഹരി നിക്ഷേപകർക്ക് നൽകിയിട്ടുള്ളത്. IREDAയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനൊരു സമയമായിട്ടുണ്ടോ? വെച്ച് കഴിഞ്ഞാൽ ലിസ്റ്റിംഗിന് ശേഷം ഈ സ്റ്റോക്കിൽ നമ്മൾ ഒരു കറക്ഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് കണ്ടിട്ടില്ല. ആൻഡ് കറണ്ട് ഇന്നലെ തന്നെ ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ എത്തിയതിനു ശേഷം ഈ സ്റ്റോക്കിൽ നമുക്ക് നേരിയ തോതിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാനിടയായി. സോ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വി ഹാവ് ഗോട്ട് ടു ബി വെരി വെരി കെയർഫുൾ. യെസ് പ്രദീപ് സർ, അതോടൊപ്പം തന്നെ ആസ്റ്ററിന്റെ ഓഹരികളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റെക്കോർഡ് നിലവാരത്തിലാണ് നിലവിൽ ട്രേഡ് മുന്നോട്ട് പോകുന്നത് എന്ന് കാണാം. ഇന്നും ആസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം 1%-ലധികം ഒരു മുന്നേറ്റം നൽകുന്നുണ്ട്, 445 രൂപ എന്നുള്ള ഒരു നിലവാരത്തിൽ. ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? So ആസ്റ്ററിന്റെ കേസിൽ the undertone is very very bullish. In fact നവംബർ മാസത്തില് 335 ആ ഒരു ലെവലിലായിരുന്നു ഇതിന്റെ ബോട്ടം കാണാൻ സാധിച്ചത്. അതിനുശേഷം കണ്ടിന്യൂസ്ലി ഈ സ്റ്റോക്കിൽ നമുക്കൊരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഈ ലെവൽസിൽ നിന്നും ഈ സ്റ്റോക്കിൽ നമുക്ക് വീണ്ടും ഒരു 25 മുതൽ 40 രൂപയുടെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. ഓൺലി ഹൈ ലെവൽസിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല.
സർ അതിനോടൊപ്പം തന്നെ റിയൽറ്റി മേഖലയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റിയൽറ്റി മേഖലയിൽ ഭൂരിഭാഗം ഓഹരികളും നേട്ടത്തിൽ തന്നെയാണ്. അതിൽ തന്നെ DLFിലേക്ക് വരിക, DLF ഇപ്പോൾ ഒരു പുതിയൊരു ഹൈ സൃഷ്ടിച്ചിട്ടുണ്ട്. ഏകദേശം 3.5% നേട്ടമാണ് ഈ ഒരു ഓഹരി ഇപ്പോൾ നൽകുന്നത്. DLFുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? എക്സ്ട്രീംലി ബുള്ളിഷ്. സോ DLFിന്റെ കേസിൽ കഴിഞ്ഞ ഒരു 4 ആഴ്ചകളായിട്ട് ഒരു നല്ല കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട്. DLFിന്റെ ഒരു ട്രേഡിംഗ് റേഞ്ച് 820 മുതൽ 735 രൂപ വരെ അതിന്റെ ഒരു ട്രേഡിംഗ് റേഞ്ച്. എന്റെ ഒരു എക്സ്പെക്ടേഷൻ ഈ 820 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് ടേമിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ബൈ ലഭിക്കുന്നതായിരിക്കും. യെസ് സർ, അതോടൊപ്പം തന്നെ ബയോകോണിന്റെ ഓഹരികളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ ഒരു റെക്കോർഡ് നിലവാരം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് 1.34% ഒരു ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. ബയോകോണിനെ സംബന്ധിച്ചിടത്തോളം ലോങ് ആൻഡ് ഷോർട്ട് ടേം വ്യൂ എങ്ങനെയാണ്? ബയോകോൺ കഴിഞ്ഞ ഒരു 2-3 ആഴ്ചകളായിട്ട് നല്ല മികച്ച ഒരു നേട്ടം നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നൽകിയിരിക്കുന്നത്. ആൻഡ് നാച്ചുറലി ഇന്ന് കാണുന്നത് ഇറ്റ് ഇസ് ഓൺലി അബൌട്ട് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ 285, 290 ആ ഒരു റേഞ്ചിൽ നമുക്ക് ലോങ് പോകാൻ സാധിക്കും. സർ അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു എനർജി മേഖല, പ്രത്യേകിച്ചും ഗ്രീൻ എനർജി മേഖലയിലെ കമ്പനികളിലേക്ക് നോക്കുകയാണെങ്കിൽ വലിയൊരു മുന്നേറ്റം തന്നെയാണ് കാണുന്നത്. അതിൽ തന്നെ അദാനി ഗ്രീൻ എനർജി 3.15% നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അദാനി ഗ്രീൻ എനർജിയുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു ലോങ് ടേം വ്യൂ എന്താണ്? So Adani Green Energy is a breakout stock, and Adani Green കഴിഞ്ഞ ഡിസംബർ മാസം മുതൽ കഴിഞ്ഞ ദിവസം വരെ it has been consolidating. 1360 മുതൽ 1760 അതാ ഇതിന്റെ ഒരു ട്രേഡിംഗ് റേഞ്ച് ആയിട്ട് കാണുന്നത്. ആ ഒരു റേഞ്ചിൽ നിന്നും ഇപ്പൊ ബ്രേക്ക്ഔട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ഓൺലി തിങ് ടു കീപ് ഇൻ മൈൻഡ് ഇസ് കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് ഒത്തിരി കടമുള്ള ഒരു കമ്പനിയാണ്. ആൻഡ് നാച്ചുറലി അതിനെ തുടർന്ന് വി ഷുഡ് ബി എക്സ്പെക്ടിങ് ലോട്ട് ഓഫ് വോളറ്റിലിറ്റി ഇൻ ദ സ്റ്റോക്ക്. യെസ് പ്രദീപ് സർ, അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ കൊട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ സ്റ്റോക്ക് 1% ഒരു മുന്നേറ്റം നൽകുന്നുണ്ട്. കൊട്ടക് മഹീന്ദ്ര ജനറൽ ഇൻഷുറൻസ് കമ്പനിയുടെ 70% ഓഹരികൾ സൂറിച്ച് ഇൻഷുറൻസ് കമ്പനി ഏറ്റെടുക്കുന്നതിന് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അംഗീകാരം നൽകിയതിനെ തുടർന്നാണ് ഇന്ന് സ്റ്റോക്കിൽ ഒരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ഒരു സ്റ്റോക്കിന്റെ 52 ആഴ്ചയിലെ ഉയർന്ന നിലവാരം രേഖപ്പെടുത്തിയിരിക്കുന്നത് 2023 മെയ് 31 രേഖപ്പെടുത്തിയിട്ടുള്ള 2064 എന്നുള്ള ഒരു നിലവാരമാണ്. അവിടെ നിന്നും ഇപ്പോൾ 1807 രൂപയിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളതും നിക്ഷേപകർ പ്രധാനമായിട്ടും കൺസേൺ ആയിട്ട് വരാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. കൊട്ടക് മഹീന്ദ്ര ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുന്നേറ്റത്തിനുള്ള സാധ്യത എത്രമാത്രമാണ്? സ്റ്റോക്ക് കൈവശം വെച്ചിരിക്കുന്ന നിക്ഷേപകർ സ്വീകരിക്കേണ്ട സ്റ്റാൻസ് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി കോട്ടക്കിന്റെ എല്ലാ ട്രെൻഡ്സും ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. സോ സ്റ്റോക്ക് 1870 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അതിലൊരു ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കത്തുള്ളൂ. സോ ബാങ്കിങ് സെക്ടർ എടുത്തു കഴിഞ്ഞാൽ വേറെ എത്രയോ ബുള്ളിഷ് വയ്ക്കുന്ന സ്റ്റോക്സ് ഉണ്ട്. അത്തരം സ്റ്റോക്സിലായിരിക്കാം നമ്മുടെ ഫോക്കസ് മുഴുവൻ. അതിനോടൊപ്പം തന്നെ നാഷണൽ അലൂമിനിയവുമായി ബന്ധപ്പെട്ട സാറിന്റെ റിവ്യൂ കൂടി അറിയാൻ ആഗ്രഹിക്കുകയാണ്. നിലവിൽ 0.65% നേട്ടത്തിൽ 163.8 എന്നൊരു റേഞ്ചിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓഹരിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ഓൾ ടൈം ഹൈ സൃഷ്ടിച്ചു എന്ന് തന്നെ പറയാം. 165.55 എന്നൊരു റേഞ്ച് സൃഷ്ടിച്ചതിന് ശേഷമാണ് ഈ ഓഹരിയിൽ ഇപ്പോൾ 163 നിലവാരത്തിൽ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തുടർച്ചയായിട്ടുള്ള ഒരു 3 സെഷൻസിലും വലിയ നേട്ടം തന്നെയാണ് ഈ ഓഹരി നിക്ഷേപകർക്ക് നൽകിയിട്ടുള്ളത്. നാഷണൽ അലൂമിനിയവുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു വ്യൂ പോയിന്റ് എന്താണ്? അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ്. ഒരു പ്രോബ്ലം ഈ സ്റ്റോക്കിൽ കാണുന്നില്ല. എങ്കിലും ഈ ഹൈ ലെവൽസിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസബിൾ അല്ല. നമ്മുടെ കയ്യിൽ ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക ഫോർ പ്രോഫിറ്റ് ടേക്കിംഗ്.
എസ് പ്രദീപ് സർ, അതോടൊപ്പം തന്നെ ഗോദ്രേജ് പ്രോപ്പർട്ടീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ റിസൾട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്ന ഒരു റിയൽറ്റി മേഖലയിലെ പ്രധാനപ്പെട്ട സ്റ്റോക്കാണ്. നിലവിൽ 0.5% ഒരു മുന്നേറ്റം ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നുമുണ്ട്. ഇയർ ടു ടിൽ ഡേറ്റിൽ 15.85% ഒരു മുന്നേറ്റം നൽകിയ ഒരു സ്റ്റോക്ക് കൂടിയാണ്. റിസൾട്ടുകൾക്ക് ശേഷം ഒരുപാട് ബ്രോക്കറേജുകൾ ഒരു ബൈ കോളും നൽകിയിട്ടുമുണ്ട് എന്ന് കാണാം ഗോദ്രേജ് പ്രോപ്പർട്ടീസിനെ സംബന്ധിച്ചിടത്തോളം. നിലവിൽ 2318 രൂപ എന്നുള്ള ഒരു നിലയിൽ സെക്ടറിൽ ഏറ്റവും അധികം വാല്യൂഡ് ആയിട്ടുള്ള ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളമുള്ള താങ്കളുടെ ഒരു വ്യൂ എങ്ങനെയാണ്? സോ ഓൾമോസ്റ്റ് എല്ലാ റിയാലിറ്റി സ്റ്റോക്സിലും കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് നമുക്കൊരു കൺസോളിഡേഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ഗോദ്രേജ് പ്രോപ്പർട്ടിയിൽ നമുക്കൊരു പുതിയ ബൈങ് ലെവല് നമുക്ക് ലഭിക്കണമെങ്കിൽ 2480 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വി ക്യാൻ ഡെഫിനറ്റ്ലി കൺസിഡർ ന്യൂ ലോങ് പൊസിഷൻ. സർ, അതിനോടൊപ്പം തന്നെ NBCC ലിമിറ്റഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ബഡ്ജറ്റിലൊക്കെ ഒരു വലിയ ഭവന പദ്ധതികളുടെ പ്രഖ്യാപനത്തിൽ നിന്ന് വലിയ തോതിലൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയ ഓഹരിയാണ് NBCC. അതുപോലെ ഹുഡ്കോയുടെ ഓഹരി. NBCC നിലവിൽ ഇപ്പോൾ 2.35% നേട്ടത്തിൽ 161.15 എന്നൊരു റേഞ്ചിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഫെബ്രുവരി 5-ാം തീയതി പുതിയൊരു ഓൾ ടൈം അല്ലെങ്കിൽ 50 ഹൈ ക്രിയേറ്റ് ചെയ്യാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. NBCCയുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? ഈ ഒരു ഓഹരിയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗിന് ഒരു സമയമായിട്ടുണ്ടോ? കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ ഓൾറെഡി NBCCയിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണുന്നുണ്ട്. ആൻഡ് NBCCയുടെ കേസിൽ 120-130 ഈ ഒരു റേഞ്ച് ആയിരിക്കും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു സപ്പോർട്ട് ഏരിയ. ആ ഒരു സപ്പോർട്ട് ഏരിയ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്കൊരു പുതിയ ബൈങ് അവസരം ഈ സ്റ്റോക്കിൽ ലഭിക്കും. എസ് പ്രദീപ് സർ, അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ BEMLന്റെ സ്റ്റോക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് 3% മുകളിൽ ഒരു മുന്നേറ്റത്തിൽ 3722 രൂപ എന്നുള്ള ഒരു നിലവാരത്തിലാണ് BEML ട്രേഡ് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം തന്നെ 2-ാം തീയതി രേഖപ്പെടുത്തിയിരിക്കുന്ന 4144 രൂപ എന്നുള്ള ഒരു ഹൈ ലെവലിൽ കൂടി സ്റ്റോക്ക് ടച്ച് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. കഴിഞ്ഞ ഒരു വർഷങ്ങളിൽ മൾട്ടി ബാഗർ നേട്ടം നൽകിയിട്ടുണ്ടായിരുന്ന ഈ ഒരു സ്റ്റോക്ക് ഈ വർഷവും മികച്ച ഒരു ട്രെൻഡ് പിന്തുടരുന്നുമുണ്ട് എന്ന് വേണം കരുതാൻ. BEML സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ BEMLന്റെ കേസിൽ അതിന്റെ ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ 4100 രൂപയിലായിരുന്നു. ആ ഒരു ലെവല് ടച്ച് ചെയ്തതിന് ശേഷമായിരുന്നു കഴിഞ്ഞ 3-4 സെഷൻസിൽ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഈ ലെവൽസിൽ നമുക്കൊരു എൻട്രി എടുക്കണമെങ്കിൽ റിസ്ക് ഇസ് ലിറ്റിൽ ബിറ്റ് ഹൈ, ബട്ട് അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. സോ സ്റ്റോക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് മേജർ സപ്പോർട്ട് ലെവൽ ഇപ്പൊ കാണുന്നത് 3300 രൂപയില. 3300ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബെയറിഷ്. സർ, അതിനോടൊപ്പം ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയിലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഇപ്പോൾ വലിയൊരു മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയത്. പുതിയൊരു ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 189.6 എന്നൊരു റേഞ്ച് സൃഷ്ടിച്ചിട്ടുണ്ട്. നിലവിൽ 1.41% നേട്ടത്തിൽ 187.1 എന്നൊരു റേഞ്ചിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓൾ ടൈം ഹൈക്ക് വളരെ അടുത്ത് നിന്നുകൊണ്ടാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്നലെയും ഏകദേശം ഒരു 6% നേട്ടം ഈ ഒരു ഓഹരി നിക്ഷേപകർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. IOCയുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഓൺലി തിങ് ഇസ് ഈ ഹൈ ലെവൽസിൽ നമുക്കൊരു പുതിയ എൻട്രി ഈ സ്റ്റോക്കിൽ ലഭിക്കത്തില്ല. സോ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് മെയിൻറ്റെയിൻ ചെയ്യാം, ബട്ട് നോ ഫ്രഷ് ലോങ് പൊസിഷൻ. എസ് പ്രദീപ് സർ, ഏതായാലും ഇന്നത്തെ ഒരു മാർക്കറ്റിൽ താങ്കളുടെ ഒരു വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കുകൾ കൂടി ഒന്ന് ഷെയർ ചെയ്യാമോ? അഡാനി ഗ്രീൻ തീർച്ചയായിട്ടും എന്റെ ലിസ്റ്റിലുണ്ട്. അതുപോലെ തന്നെ സുസ്ലോൺ എന്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ACC ഞാൻ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഫ്രം എ വാല്യൂ പോയിന്റ് ഓഫ് വ്യൂ ടാറ്റ ടെക്നോളജി, ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ, ഈ 2 സ്റ്റോക്ക് ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട്. ഫ്രം എ ഷോർട്ട് ടേം ട്രേഡിംഗ് ഹിമാചൽ ഫ്യൂച്ചറിസ്റ്റിക് വാച്ച് ചെയ്യുന്നുണ്ട്.